രാഷ്ട്രീയത്തിൽ അണിയറ നീക്കങ്ങളും ചർച്ചകളും കൊഴുക്കുന്ന ഈ സാഹചര്യത്തിൽ കോഴിക്കോട് നിന്നും പുറത്തുവരുന്ന ഒരു വാർത്ത വെറും ഒരു സൗഹൃദ സന്ദർശനത്തിനപ്പുറം CPM-ന്റെ നിലവിലെ രാഷ്ട്രീയ ഗതികേടിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നായി മാറുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി CPM നേതാവ് മുൻ MLA-മായ തോട്ടത്തിൽ രവീന്ദ്രന്റെ വീട്ടിലെത്തിയ വാർത്ത കേവലം ഒരു സമ്പർക്ക പരിപാടിയായിട്ട് പാർട്ടിക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല. കാരണം പുറമേ കാണിക്കുന്ന സൗഹാർദ്ദങ്ങൾക്ക് പിന്നിൽ വലിയൊരു വിഭാഗം അണികളിലും പൊതുസമൂഹത്തിലും ഉയർന്നുവരുന്ന സംശയങ്ങളും ചോദ്യങ്ങളും പാർട്ടിയെ പ്രതിരോധത്തിലെത്തിക്കുന്നുണ്ട്. BJP-ക്കെതിരെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന് തങ്ങളുടെ മുതിർന്ന നേതാവ് ഒരു BJP കേന്ദ്രമന്ത്രിക്ക് ആതിഥ്യമരുളുന്നത് അണികളോട് വിശദീകരിക്കേണ്ടി വരുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം പാർട്ടി വലിയ രീതിയിലുള്ള തിരുത്തലുകൾക്ക് ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം ചിത്രങ്ങൾ വരുന്നത് അണികളുടെ വീര്യം കെടുത്തുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇത് CPM-ന്റെ രാഷ്ട്രീയമായ ജാഗ്രത കുറവിലേക്കോ അല്ലെങ്കിൽ BJP-യുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ അവർക്ക് പ്രതിരോധം തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കോ വിരൽ ചൂണ്ടുകയാണ്. മാത്രമല്ല, ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവം അല്ല എന്ന രീതിയിലാണ് സൈബർ ലോകത്തും രാഷ്ട്രീയ എതിരാളികൾക്കിടയിലും ചർച്ചകൾ പുരോഗമിക്കുന്നത്. തോട്ടത്തിൽ രവീന്ദ്രൻ താൻ 58 വർഷമായി CPM പ്രവർത്തകനാണെന്നും രാഷ്ട്രീയ മാറ്റമില്ല എന്നും എത്രയൊക്കെ വിശദീകരിച്ചാലും സന്ദർശനത്തിന്റെ സമയവും അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും വളരെ വലുതാണ്. മോദി സർക്കാരിന്റെ 12ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ലഘുലേഖകൾ വാങ്ങാൻ ഒരു CPM നേതാവ് തയ്യാറാകുന്നത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയെ തന്നെ പരിഹസിക്കുന്ന തുല്യമാണെന്നാണ് വിമർശകർ പറയുന്നത്. BJP-യുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് കേരളത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരം സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിൽ BJP-ക്ക് ഒരു സാധാരണവൽക്കരണം ഉണ്ടാക്കാൻ സഹായിക്കുകയാണ്. മുഖ്യ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് സ്വന്തം വീട്ടിൽ സ്വീകരണം നൽകുമ്പോൾ അത് താഴെ തട്ടിലുള്ള അണികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. തങ്ങൾ തെരുവിൽ ചോര ചീന്തിയും വിയർപ്പൊഴുക്കിയും നേരിടുന്ന ഒരു രാഷ്ട്രീയ ശക്തിയുമായി നേതാക്കൾക്ക് ഇങ്ങനെ സൗഹൃദം പങ്കിടുമ്പോൾ അത് പാർട്ടിയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ഗതികേട് CPM-നെ സംബന്ധിച്ച വലിയൊരു തലവേദനയായിട്ട് മാറുകയാണ്. സുരേഷ് ഗോപി ഇതേ കോഴിക്കോട് വെച്ച RJD നേതാവ് MV ശ്രേയസ് കുമാറിന്റെയും മുൻ CPM നേതാവ് വെള്ളപ്പാലത്ത് ബാലകൃഷ്ണൻ നായരുടെയും ഒക്കെ വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ തോട്ടത്തിൽ രവീന്ദ്രന്റെ വീട്ടിലെ സന്ദർശനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. ഇതിന് കാരണം CPM നേതാക്കളുടെ അണികളെ പഠിപ്പിക്കുന്ന BJP വിരുദ്ധ രാഷ്ട്രീയവും നേതാക്കളുടെ ഇത്തരം പ്രവർത്തികളും തമ്മിലുള്ള വലിയ അന്തരം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ പാർട്ടിയെ അനുകൂലിക്കുന്നവർ പോലും ഈ സന്ദർശനത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. സൗഹൃദങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമാണ് എന്ന് പറയുമെങ്കിലും ഒരു കേന്ദ്രമന്ത്രി പാർട്ടി ലഘുലേഖയുമായിട്ട് വരുമ്പോൾ അതിനെ സ്വീകരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാപ്പരത്തമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ എന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയരുന്നത്. ഇത് പാർട്ടിയുടെ അച്ചടക്കത്തെയും ജാഗ്രതയും വീണ്ടും ചോദ്യം മുന്നിൽ നിർത്തുന്നു. കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളിൽ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി BJP-യുടെ ഈ ജനസമ്പർക്ക പരിപാടികളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ പ്ലാൻ ഇല്ലാത്തതാണ്. സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചതിന് പിന്നാലെ കേരളത്തിൽ വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ BJP ശ്രമിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് ചേർക്കാൻ CPM-ന് കഴിയുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇത്തരം സന്ദർശനങ്ങൾ. മുൻപ് K കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കാലത്ത് വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നത്തെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ചിത്രങ്ങൾ വരുന്നത് പാർട്ടിയുടെ ശത്രുക്കൾക്ക് വലിയൊരു ആയുധമാണ് നൽകുന്നത്. CPM-ഉം BJP-യും തമ്മിൽ അടിയൊഴുക്കുകളുണ്ട് എന്ന UDF-ലെ നിരന്തരമായ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന രീതിയിലാണ് ഈ വാർത്തകളും പുറത്തേക്ക് വരുന്നത്. ഈ ഒരു സന്ദർശനത്തിലൂടെ BJP ലക്ഷ്യമിടുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. കമ്മ്യൂണിസ്റ്റ് കോട്ടകളിലും തങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമെന്നും അവിടുത്തെ പ്രമുഖ നേതാക്കൾ പോലും തങ്ങളെ സ്വീകരിക്കാൻ മടിക്കുന്നില്ല എന്നും പൊതുസമൂഹത്തെ കാണിക്കുകയാണ് ഇവരുടെ തന്ത്രം. ഈ തന്ത്രത്തിൽ CPM നേതാക്കൾ വീണു പോകുന്നു എന്നത് പാർട്ടിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഗതികേടിന്റെ ആഴം കൂട്ടുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആയിരുന്ന കാലം തൊട്ടുള്ള ബന്ധമാണ് എന്ന് പറയുമ്പോഴും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ സന്ദർശനം ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ഓളങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധവാനാകേണ്ടതായിരുന്നു എന്ന വികാരമാണ് പാർട്ടി അണികൾക്കുള്ളിലുള്ളത്. ചുരുക്കത്തിൽ കോഴിക്കോട്ടെ ഈ കൂടിക്കാഴ്ച വെറും ഒരു ചായകുടിയോ സൗഹൃദം പുതുക്കലോ മാത്രമല്ല, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിടുന്ന വലിയൊരു ആശയക്കുഴപ്പത്തിന്റെയും രാഷ്ട്രീയ ഗതികേടിന്റെയും നേർചിത്രമാണ്. മുഖ്യ ശത്രുവിനെ വീട്ടിൽ സ്വീകരിച്ച് അവരുടെ ഭരണ നേട്ടങ്ങളുടെ ലഘുലേഖ വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മുതിർന്ന നേതാവ് എത്തുമ്പോൾ അത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ തകർച്ചയായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. വരും ദിവസങ്ങളിൽ ഈ വിഷയം CPM-നകത്ത് വലിയ തർക്കങ്ങൾക്കും തിരുത്തലുകൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വശത്ത് അണികളോട് BJP-ക്കെതിരെ സമരം ചെയ്യൂ എന്ന് പറയുകയും മറുവശത്ത് നേതാക്കൾ ഇത്തരം സമ്പർക്ക പരിപാടികളിലൂടെ ഭാഗമാകുകയും ചെയ്യുന്നത് പാർട്ടിയുടെ ജനമധ്യത്തിൽ കൂടുതൽ പരിഹാസ്യമാക്കുകയുള്ളൂ. ഈ ഒരു പ്രതിസന്ധിയെ പാർട്ടി നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.